ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സിവിലിയൻസ്. അപ്പോൾ ജൂൺ 27 നടക്കാൻ പോകുന്ന ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിനെ ബേസ് ചെയ്തിട്ട് സിലബസ് ഡീകോഡിംഗ് വീഡിയോസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിന്റെയും മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിയറി ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ തിയറി ഓഫ് സ്ട്രക്ചറിൽ തന്നെയാണ് നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സും എഞ്ചിനീയറിംഗ് മെക്കാനിക്സും കൊടുത്തിരിക്കുന്നത്. രണ്ടും കൂടി ചേർത്ത് വെയിറ്റേജ് 10 മാർക്സ് പറയുന്നുണ്ട്. കഴിഞ്ഞ സിലബസിൽ ഇതുപോലെ പബ്ലിഷ് ചെയ്ത സിലബസിലും ഇതുപോലെ 10 മാർക്സ് തന്നെയാണ് കൊടുത്തിരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിലും കറക്റ്റ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് 10 മാർക്സിന്റെ. അതുപോലെ തന്നെ അന്ന് സിലബസ് പബ്ലിഷ് ചെയ്തതിന്റെ അതേ പോർഷൻസ് വെച്ച് തന്നെയാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് എക്സ്ട്രാ സിലബസിന്റെ പുറത്തുനിന്ന് എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് സിലബസിൽ തന്നിരിക്കുന്നത് എന്തൊക്കെ പോർഷൻസ് ആണോ അതൊന്ന് വൃത്തിയായിട്ട് നോക്കിയിട്ട് പോകുന്നത് വളരെ പ്രധാനമാണ്. പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കുറവാണ് കഴിഞ്ഞ എക്സാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പൊ വെയിറ്റേജ് 10 മാർക്സ് തന്നെയാണ്, അത് പ്രതീക്ഷിച്ചാൽ നമുക്ക് ഇരിക്കാം. ഓക്കെ, ആദ്യം തന്നെ മെക്കാനിക്സിന്റെ ടോപ്പിക്കായ ഫോഴ്സസിനെ പറ്റിയാണ് പറയുന്നത്. ഡെഫിനേഷൻ ഓഫ് ഫോഴ്സ് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഡെഫിനേഷൻ ഓഫ് ഫോഴ്സിൽ ഫോഴ്സ് എന്താണെന്നുള്ളതും അതിന്റെ യൂണിറ്റ്, പ്രത്യേകിച്ച് SI യൂണിറ്റ്, CGS യൂണിറ്റ്, അത് തമ്മിലുള്ള കൺവേർഷൻസ്, പിന്നെ അറിയേണ്ടത് ഡയമെൻഷണൽ ഫോർമുല, ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആണ്. ടൈപ്സ് ഓഫ് ഫോഴ്സ് നമ്മൾ സിസ്റ്റംസ് ഓഫ് ഫോഴ്സസ് വരുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. ഇതാണ് ഇപ്പോ റീസെന്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റംസ് ഓഫ് ഫോഴ്സസ് തന്നെ കൊളീനിയർ, കോപ്ലനാർ, കൺകറന്റ് ഫോഴ്സസിനെ പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ മൊമെന്റ് ഓഫ് ഫോഴ്സ്, എന്താണ് മൊമെന്റ്, മൊമെന്റിന്റെ യൂണിറ്റ് എന്താണ്, അതിന് ഡയമെൻഷണൽ ഫോർമുല അറിഞ്ഞിരിക്കുക. ടൈപ്സ് ഓഫ് മൊമെന്റ്, ടൈപ്സ് ഓഫ് മൊമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യയെ തന്നെ ആകും. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഏരിയ, മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് മാസ് ഉണ്ട്, അതൊന്ന് പഠിച്ചിട്ട് പോവാം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റിൽ വാരിഗ്നൻസ് തിയറം ഒക്കെ ഒന്ന് നോക്കിയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം തിയറം തന്നിട്ട് അത് ഏത് തിയറമാണ് അല്ലെങ്കിൽ ഏത് ലോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ഫോഴ്സസ് ഇന്ന് മെയിൻ ആയിട്ടൊന്ന് നോക്കിയിട്ട് പോവാം, ഇത്രയും പോർഷൻസ്. അടുത്തത് സെൻട്രോയിഡ് ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. രണ്ട് സ്ഥലത്തും സെൻട്രോയിഡിലും സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലും കുറെ വാല്യൂസ് കാണാതെ പഠിക്കാനുണ്ട്. അത് അങ്ങനെ തന്നെ പഠിക്കുക. കാര്യം തന്നെ ആദ്യം തന്നെ പറയുന്നുണ്ട് സെൻട്രോയിഡ് ഓഫ് പ്ലെയിൻ ഫിഗേഴ്സ്. അതിൽ തന്നെ റെക്ടാംഗിൾ, ട്രയാംഗിൾ, സർക്കിൾ, സെമി സർക്കിൾ എടുത്ത് പറയുന്നുണ്ട്. ട്രയാംഗിളിന്റെയും സെമി സർക്കിളിന്റെയും ഒക്കെ മിക്കപ്പോഴും എല്ലാവർക്കും തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവുക. കൂടാതെ കോമ്പൗണ്ട് ഏരിയാസ് പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇവിടുന്ന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇൻവേർട്ടഡ് T സെക്ഷൻ്റെതായിരുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ കോമ്പൗണ്ട് ഏരിയാസ് ആണ്, അതിനെ രണ്ട് മെയിൻ ഏരിയാസ് ആയിട്ട് മാറ്റാം. രണ്ട് റെക്ടാംഗിൾ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. I സെക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ 3 റെക്ടാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ റിമൈൻഡേഴ്സ് പറയുന്നുണ്ട്. റിമൈൻഡേഴ്സ് അങ്ങനെ ചോദിക്കാറില്ല. റിമൈൻഡേഴ്സ് വേറൊന്നുമില്ല, ഏതെങ്കിലും ഒരു മെയിൻ ഫിഗർ തന്നിട്ട് അതിന് ഏതെങ്കിലും ഒരു പാർട്ട് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്കുള്ള സെൻട്രോയിഡ് കണ്ടുപിടിച്ചതിന് ശേഷം ആ പോയിരിക്കുന്ന ആ ഒരു പാർട്ടിൻ്റെ അത് മൈനസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. റിമൈൻഡേഴ്സ് ചോദിക്കാറില്ല. കോമ്പൗണ്ട് ഏരിയാസ് ശ്രദ്ധിച്ച് നോക്കുക. പ്രത്യേകിച്ച് ആ രണ്ട് ഫോർമുലാസ് പഠിച്ചു പോവുക. എക്സ് ബാറിന്റെയും വൈ ബാറിന്റെയും രണ്ട് ഫോർമുലാസ് ഉണ്ട്. അത് അറിയണം എന്നുണ്ടെങ്കിൽ, അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പ്ലെയിൻ ഫിഗേഴ്സിന്റെ എല്ലാത്തിന്റെയും സെൻട്രോയിഡ് വാല്യൂസ് പഠിച്ചാലേ പറ്റും. പിന്നെ ഉള്ളത് സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈ പറയുന്ന പോലെ ഹെമിസ്ഫിയറിൻ്റെതും കോണിന്റെ, ഹോളോ കോണിൻ്റെതും സോളിഡ് കോണിൻ്റെതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അടുത്ത പ്രോപ്പർട്ടീസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ പ്രോപ്പർട്ടീസ് വന്നിരുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 4 പ്രോപ്പർട്ടീസും അതിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് 4 സ്റ്റേറ്റ്മെന്റ്സും ഉണ്ടായിരുന്നു. കറക്റ്റ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. പ്രോപ്പർട്ടീസ് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പോകും. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് അവിടുന്ന്. അടുത്ത സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ് സ്ട്രെയിൻ എന്തായാലും ബേസിക് ആയിട്ട് നമ്മുടെ മോസിന്റെ ബേസിക് ചാപ്റ്റർ ആണ്. ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ചോദിക്കും, എല്ലാ ടൈപ്സ് ഓഫ് സ്ട്രെസ്സസും ചോദിക്കും. അതും വെച്ചിട്ട് സിമ്പിൾ പ്രോബ്ലം ചോദിക്കും. കഴിഞ്ഞ തവണ ഒരു ബേസിക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. ഫോഴ്സ് തരുമായിരുന്നു, പിന്നെ തന്നിരിക്കുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ, അവിടെ ഡയമെൻഷൻ ആണ് തന്നിരുന്നത്. സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്, ഡയറക്റ്റ് ആയിട്ട് സ്ട്രെസ് കണ്ടുപിടിക്കാൻ. പിന്നെ ഇലാസ്റ്റിസിറ്റി, ഹൂക്സ് ലോ, പിന്നെ യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസിനോടൊപ്പം തന്നെ മറ്റുള്ള ഇലാസ്റ്റിക് കോൺസ്റ്റൻസിന്റെ വാല്യൂസും അത് തമ്മിലുള്ള റിലേഷൻസും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ തന്നെയാണ് ഇവിടെ എല്ലാം എടുത്ത് പറയുന്നുണ്ട്. ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ഇലാസ്റ്റിക് ലിമിറ്റ്, yield പോയിന്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, ബ്രേക്കിംഗ് സ്ട്രെസ്, വർക്കിംഗ് സ്ട്രെസ് ആൻഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇതെല്ലാം ഒരു സെക്ഷനിൽ തന്നെ വരുന്നതാണ്. അതിന്റെ എല്ലാത്തിനെയും ഡെഫിനേഷൻസ് മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോവുക. അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പിക്കുന്ന രീതിയിൽ yield പോയിന്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, ബ്രേക്കിംഗ് സ്ട്രെസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡെഫിനേഷൻസ് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പോവുക. പിന്നെയുള്ളത് സ്ട്രെയിൻസ് ഇൻ യൂണിഫോം സെക്ഷൻസ്. നമ്മുടെ വോളിമെട്രിക് സ്ട്രെയിനിന്റെ വാല്യൂസ് ഒക്കെ നോക്കി വെച്ചിരുന്നാൽ മതിയാവും. പിന്നെ ടെൻസൈൽ സ്ട്രെസ് ഉണ്ട്, ഡക്ടൈൽ മെറ്റീരിയൽ, അത് വെച്ച് തന്നെയാണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പറയുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് സ്ട്രെസ്സിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ തെർമൽ സ്ട്രെസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അതും കൂടി ആ ഒരു ഏരിയയും കൂടി നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ബേസിക് പ്രോബ്ലംസും ചോദിക്കാം. അവിടെ നിന്നൊക്കെ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൊണ്ട് കളയരുത്. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ പ്രോബ്ലംസ് ഒക്കെ. പിന്നെയുള്ളത് ബീംസ് ആൻഡ് ബെൻഡിങ് ആണ്.
ക്ലാസിഫിക്കേഷൻ ഓഫ് ബീംസ് ഉണ്ട്, ടൈപ്സ് ഓഫ് ലോഡിംഗ് ഉണ്ട്. സിമ്പിൾ ആണ്. ഇവിടെയും ഡെഫിനിഷൻ വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. ഒരു എൻഡ് ഫിക്സ്ഡ് മറ്റേ എൻഡ് ഫ്രീ ആണെങ്കിൽ അത് കാൻഡിലിവർ. രണ്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. രണ്ട് എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ അത് ഫിക്സ്ഡ് ആണ്. ഓവർ ഹാങ് ചെയ്ത് നിൽപ്പുണ്ട്. രണ്ട് സപ്പോർട്ടിന് ശേഷം ഓവർ ഹാങ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഓവർ ഹാങ്ങിങ് ആണ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ഡെഫിനിഷൻസ് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ കോൺസെൻട്രേറ്റ് ആയിട്ട് നമ്മുടെ പോയിന്റ് ലോഡും UDLും UVLും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതാണ് ബീംസ് ആൻഡ് ബെൻഡിങ്ങിൽ ഉള്ളത്. പിന്നെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് ബേസിക് ആയിട്ടുള്ള സിംപ്ലി സപ്പോർട്ടഡിന്റെയും കാന്റിലിവറിന്റെയും ലോഡിംഗ് കണ്ടീഷൻസ്, പോയിന്റ് ലോഡിന്റെയും UDLന്റെതും വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവാം. അതിന്റെ ഫിഗേഴ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതും, എന്തൊക്കെ ഷേപ്പിലാണ് ഫിഗേഴ്സ്, റെക്ടാംഗിൾ വരുന്നതുണ്ട്, ട്രയാംഗിൾ വരുന്നതുണ്ട്, പാരാബോള വരുന്നതുണ്ട്, അതുപോലെ തന്നെ വാല്യൂസും കറക്റ്റ് ആയിട്ട് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് അത് വെച്ചിട്ട് വേണം നമ്മുടെ ഈ മെയിൻ ആയിട്ട് ഞാൻ ഈ പറഞ്ഞത് സിംപ്ലി സപ്പോർട്ടിന്റെയും കാന്റിലിവറിന്റെയും അതിൽ തന്നെ UDLനെയും പോയിന്റ് ലോഡിനെയും പഠിക്കുക. പിന്നെ കൂടാതെ ഇവിടെ തന്നെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ പറയുന്നുണ്ട്. അതിന്റെ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കുക. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നുള്ളതും പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഡിറ്റർമിനേഷൻ ഓഫ് റിയാക്ഷൻസ് ഓഫ് ഇവിടെ പറയുന്നത് സിംപ്ലി സപ്പോർട്ട് ഞാൻ ഓവർ ഹാങ്ങിങ് ബീം എന്ന് കൊടുത്തിട്ടുണ്ട്. ഓവർ ഹാങ്ങിങ് ബീമിന്റെ അങ്ങനെ ചോദിക്കാറില്ല. അതുപോലെ തന്നെ പോയിന്റ് ലോഡ് UDL UVLും പറയുന്നുണ്ട്. UVLും അധികം അങ്ങനെ ചോദിക്കാറില്ല. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതിയാകും. അത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് സിംപ്ലി സപ്പോർട്ടഡിൻ്റെതും അതുപോലെ തന്നെ പോയിന്റ് ലോഡ് UDL വരുമ്പോഴുള്ള റിയാക്ഷൻസ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ബേസിക് പ്രോബ്ലംസേ ചോദിക്കത്തുള്ളൂ. 2-3 പ്രോബ്ലംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടും, റിയാക്ഷൻസ് കണ്ടുപിടിക്കാനുള്ളത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റിന്റെ ഫോർമുലാസും ആ ഡയഗ്രാം എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നുള്ളതും കൂടെ നോക്കി വെച്ചേക്കണം. പിന്നെ ഉള്ളത് തിയറി ഓഫ് പ്യുവർ ടോർഷൻ ആണ്. ടോർഷന്റെ ഫോർമുല, അസംഷൻസ് എന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ടോർഷൻ മാത്രമല്ല നമ്മുടെ സിമ്പിൾ ബെൻഡിങ് വരുന്നുണ്ട്, അവിടെയും അസംഷൻസ് പറയുന്നുണ്ട്. അസംഷൻസ്, ഫോർമുല, ടോർഷന്റെ ഫോർമുല അറിഞ്ഞിരിക്കുക. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കും. പിന്നെ പവർ ട്രാൻസ്മിറ്റഡ് ബൈ സർക്കുലർ ഷാഫ്റ്റ്. പവർ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയുണ്ട്, 2π/NT/60 എന്ന് പറഞ്ഞിട്ട് ടോർക്കും സ്പീഡും തന്നിട്ട് പവർ എത്രയെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും. ആ ഒരു ക്വസ്റ്റ്യനും കൂടെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി വെച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് തിൻ സിലിണ്ടേഴ്സ് ഒക്കെ ഒരു ഓവർസീ ഗ്രേഡ് 1 ലെവൽ എക്സാമിന് ചോദിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഉറപ്പാണ് ചോദിക്കും. കഴിഞ്ഞ തവണ ഇവിടെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ് ചോദിച്ചിരുന്നത്. ഇവിടെ തന്നെ പറയുന്നുണ്ട് തിൻ സിലിണ്ടറിക്കൽ ഷെൽ ഡ്യൂ ടു ഇന്റേണൽ പ്രഷർ, സർക്കംഫറൻഷ്യൽ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ്സസ്. സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ്, പിന്നെ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ് ഉണ്ട്, PD/2T, PD/4T ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നത്. ഇത്തവണയും അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ചേഞ്ചസ് ഇൻ ഡയമെൻഷൻ ആൻഡ് വോളിയം ഓഫ് തിൻ സിലിണ്ടർ ഡ്യൂ ടു ഇന്റേണൽ പ്രഷർ. ഈ ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, സ്ട്രെയിൻ വാല്യൂസ്, ഹൂപ്പ് സ്ട്രെസ്സിൻ്റെതും സ്ട്രെയിൻ വാല്യൂ ഫോർ ലോങ്ങിറ്റ്യൂഡിനൽൻ്റെതും അതുപോലെ തന്നെ സ്ട്രെയിൻ, വോളിയോമെട്രിക് സ്ട്രെയിൻ്റെയും ഈ 3 ഫോർമുലാസ് നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. ആ 3 ഫോർമുലാസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. കാരണം ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തന്നെ സ്ട്രെയിൻ തന്നെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആണല്ലോ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ അല്ലേ. അത് വെച്ചിട്ട് നമുക്ക് ആ ഫോർമുല ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതിയാവും. പക്ഷേ കൂടുതൽ സാധ്യത ചോദിക്കുക ഇവിടെ തന്നെയാണ്. ഹൂപ്പ് സ്ട്രെസ്, ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ് വെച്ചിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഫോർമുല ചോദിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ചോദിച്ചിരുന്ന പോലെ തന്നെ സിമ്പിൾ പ്രോബ്ലം ചോദിക്കാം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത്രയും കാര്യങ്ങൾ തിൻ സിലിണ്ടേഴ്സിന്റെ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം. ഓക്കെ, അതിനുശേഷമുള്ളത് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് എന്ന ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. ന്യൂട്രൽ ആക്സിസ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, സെക്ഷൻ മോഡുലസ് പറയുന്നുണ്ട്. സെക്ഷൻ മോഡുലസിന്റെ ഒക്കെ വാല്യൂസ്, പ്രത്യേകിച്ച് റെക്ടാംഗിളിൻ്റെതും സർക്കിളിൻ്റെതും സെക്ഷൻ മോഡുലസിന്റെ വാല്യൂ ഒക്കെ നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. I/Y മാക്സ് നമ്മൾ ചെയ്യാറുണ്ട്, Z വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ അസംഷൻസ് ഇൻ പ്യുവർ ബെൻഡിങ്, അസംഷൻസ് ഇവിടെയും പറയുന്നുണ്ട്. അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്ലൈ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് ഇൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് സെക്ഷൻ, സിമ്പിൾ പ്രോബ്ലംസ് അവിടെ നിന്ന് ചോദിക്കാം. പിന്നെ കാൽക്കുലേറ്റ് സ്ട്രെസ്, സെക്ഷൻ മോഡുലസ്, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇത് തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ആ ഒരു ഫോർമുല നമ്മുടെ എന്താണ് സിമ്പിൾ ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ, M/I = F/Y E/R വെച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആ ഒരു എന്താണ് കംപ്ലീറ്റ് സെക്ഷൻ പ്രോബ്ലംസ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ വരും. പിന്നെ ഉള്ളത് കാൽക്കുലേറ്റ് ഷിയർ സ്ട്രെസ് ആൻഡ് ഡ്രോ ദി ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഫോർ റെക്ടാംഗുലർ ആൻഡ് ഐ സെക്ഷൻസ്. ഇത് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പോവാം. റെക്ടാംഗുലർ ഐ സെക്ഷന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഷിയർ സ്ട്രെസ് വേരിയേഷൻ, അതുപോലെ തന്നെ ബെൻഡിങ് സ്ട്രെസ്സിന്റെ വേരിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഇത്രയാണ് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്ങിൽ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സിമ്പിൾ ബെൻഡിങ്ങിന്റെ ആ ബെൻഡിങ് ഇക്വേഷൻ പഠിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ സെക്ഷൻ മോഡുലസും പിന്നെ ആ ഫോർമുല വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ബേസിക് ആയിട്ട് ചോദിക്കാം. പിന്നെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഒന്ന് നോക്കി വെക്കുക. കൂടാതെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകം നോക്കുക, റെക്ടാംഗിളിന്റെയും ഐ സെക്ഷന്റെയും. പിന്നെ പ്യുവർ ടോർഷന്റെ ആണെങ്കിൽ ഫോർമുല വെച്ചിട്ടുള്ളത് തന്നെയാണ്.
തിൻ സിലിണ്ടറിലാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ലോങ്ങിറ്റ്യൂഡൽ സ്ട്രെസ്സും ഹൂപ്പ് സ്ട്രെസ്സും വെച്ചിട്ടുള്ളതായിരിക്കും തന്നെ വരുന്നത്. പിന്നെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റിന്റെ അത് മെയിൻ ആയിട്ട് സിംപിൾ സപ്പോർട്ടിന്റെയും കാന്റിലിവറിന്റെയും പോയിന്റ് ലോഡും UDLും കാരണമുള്ളതിന്റെ വാല്യൂസ്, ഷിയർ ഫോഴ്സിന്റെയും ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസും ഷേപ്പും ഡയഗ്രത്തിന്റെ ഷേപ്പും എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കാം. പിന്നെയുള്ളത് ബീംസ് ആൻഡ് ബെൻഡിങ് ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം. പിന്നെ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, അവിടുന്ന് ബേസിക് പ്രോബ്ലംസ് ചോദിക്കും. ഇവിടെ എല്ലാം വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഓവേഴ്സ് ഗ്രേഡ് 1 ലെവലാണ്. പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ഈ ലെവലിലുള്ള പ്രോബ്ലംസ് ഒന്നും ചോദിക്കത്തില്ല, ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസേ ചോദിക്കും, അതുകൊണ്ട് കളയുകയും ചെയ്യരുത്. പിന്നെ പ്രോപ്പർട്ടീസും സെൻട്രോയിഡ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പോവുക. കഴിഞ്ഞ തവണ ചോദിച്ചത് കോമ്പൗണ്ട് ഏരിയയുടേതായിരുന്നു. പിന്നെ ഉള്ളത് ഫോഴ്സസ്. ഇത് ഇത്രയുമാണ് നമ്മുടെ തിയറി ഓഫ് സ്ട്രക്ചറിൽ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനെ പറ്റിയിട്ടോ സിലബസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ ഇട്ടാലും മതി. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. Start your preparations for engineering competitive exams from top educators. Learn from the best.